രാഷ്ട്രപതിക്ക് ഡീലിറ്റ് നൽകാനുള്ള ഗവർണറുടെ ശുപാർശ വിവാദത്തിൽ കോൺഗ്രസിൽ ആശയക്കുഴപ്പം. ഡീലിറ്റ് ശുപാർശ നിരാകരിച്ചത് രമേശ് ചെന്നിത്തല വിവാദമാക്കിയത് യഥാർത്ഥ വിഷയത്തിൽ നിന്ന് ചർച്ച വഴിതിരിച്ചുവിടുമെന്ന അഭിപ്രായമാണ് പ്രതിപക്ഷ നേതാവിന്. അതിനാലാണ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തൽ കോൺഗ്രസ് ഏറ്റെടുക്കാത്തത്. സർക്കാരാകട്ടെ പ്രതികരിക്കാൻ തയ്യാറായിട്ടുമില്ല. ഗവർണർ രാഷ്ട്രപതിക്ക് വേണ്ടി നടത്തിയ ശുപാർശയും അത് നിരാകരിച്ച സർവകലാശാല നടപടിയും വാർത്തയും വിവാദവുമാകാൻ ഏറ്റവും ആഗ്രഹിച്ചത് സംസ്ഥാന സർക്കാരാണ്. RSS പശ്ചാത്തലമുള്ള രാഷ്ട്രപതിക്ക് വേണ്ടി അസാധാരണ നീക്കം ഗവർണർ നടത്തിയതിന് സർക്കാർ തടയിട്ടത് രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായി തന്നെയായിരുന്നു. സർക്കാർ പറയണമെന്നാഗ്രഹിച്ച കാര്യങ്ങൾ ലോകത്തെ അറിയിച്ചത് രമേശ് ചെന്നിത്തലയാണെന്ന് മാത്രം. സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ രമേശ് ചെന്നിത്തല തൊടുത്തുവിട്ട അസ്ത്രം ഫലത്തിൽ സർക്കാരിന് തുണയായി മാറി. സർവകലാശാലകളുടെ ഭരണത്തിലെ സർക്കാർ കൈകടത്തൽ എന്ന പ്രധാന പ്രശ്നത്തിൽ നിന്ന് രാഷ്ട്രപതിയുടെ ഡീലിറ്റിലേക്ക് വിവാദം വഴിതിരിയുകയും ചെയ്തു. ഇക്കാര്യം മനസ്സിലാക്കിയതിനാലാണ് ചെന്നിത്തലയെ പിന്തുണയ്ക്കാൻ പ്രതിപക്ഷത്തെ മറ്റ് നേതാക്കൾ തുനിയാതിരുന്നത്. രാഷ്ട്രപതിയെ വിവാദത്തിലേക്ക് വലിച്ചിഴച്ചത് ശരിയായില്ലെന്ന KC വേണുഗോപാലിന്റെ പ്രതികരണവും ഗവർണർക്കെതിരെ മാത്രമുള്ളതല്ല. സത്യത്തിൽ സർവകലാശാലയുടെ സ്വയംഭരണാവകാശത്തെ തകർക്കുന്ന സമീപനത്തിൽ നിൽക്കുന്നവരാണ്. പരസ്പരം ചക്കളത്തി പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ സർവകലാശാലയുടെ വിശ്വാസ്യതയെ തന്നെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ്റെ കാര്യം ഇത് വളരെ വിവാദമായ കാര്യം. രാഷ്ട്രപതിക്ക് ഡീലിറ്റ് കൊടുക്കുന്ന കാര്യത്തിൽ പോലും ഇതൊരു വിവാദമാക്കുക എന്ന് പറഞ്ഞാൽ ഗവർണറുടെ നടപടി നിയമവിരുദ്ധമാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. സർക്കാരിനും ഇതേ അഭിപ്രായമാണ്. എങ്കിലും അത് തുറന്നു പറയാനോ ഗവർണറെ പരസ്യമായി കുറ്റപ്പെടുത്താനോ സർക്കാർ തയ്യാറായിട്ടില്ല. ഒരു വശത്ത് സമവായത്തിന്റെ വാതിൽ തുറന്നിട്ടുകൊണ്ട് തന്നെ എതിർപ്പറിയിക്കുകയെന്ന തന്ത്രമാണ് സർക്കാരിൻ്റേത്. ന്യൂസ് 18 തിരുവനന്തപുരം.